ഇപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടീനെ ഇന്ന പോലെ കാറെ കയറ്റി ആക്രമിച്ചു, അവസാനം ലാലിൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ട് ഇറക്കി വിട്ടു. ഇതാണല്ലോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു സംശയം, ഒന്നെങ്കിൽ ഈ പരിപാടി പ്ലാൻ ചെയ്തത് ദിലീപാണെന്നാണല്ലോ പറയപ്പെടുന്നത്, സ്പോൺസർഡ് ബൈ ദിലീപ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ പരിപാടി പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ദിലീപ് ഭൂലോക മണ്ടനായിരിക്കണം, അല്ലെങ്കിൽ ദിലീപ് നിരപരാധിയായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെലിബ്രിറ്റിയാണ്. ആ സമയത്ത് പുള്ളിക്കാരൻ ഒരുമാതിരിപ്പെട്ട സംഘടനകളെല്ലാം തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാളോട് വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പണി കൊടുക്കാനായിട്ട് ഈ ഒരു മാർഗം സ്വീകരിക്കുമോ? അതും എറണാകുളം ടൗണിൽ കൂടെ 4-5 മണിക്കൂർ ഇങ്ങനെ ചുറ്റി വന്നെന്നാണ് ഈ പറയുന്നത്. പിന്നെ പൾസർ സുനീനെ എന്തുകൊണ്ട് ദിലീപ് ഏൽപ്പിച്ചു എന്നൊരു ചോദ്യം കൂടെ വരും. പൾസർ സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതുപോലുള്ള തക്കട തരികിട ഉടായ്പ പരിപാടി എല്ലാം കാണിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദിലീപിനും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിനെ കൊണ്ട് ഏൽപ്പിക്കാനായിട്ട് പുള്ളിക്ക് തലയ്ക്കകത്ത് വല്ല ഓളമുണ്ടോ? പുള്ളിക്ക് വേണമെങ്കിൽ അങ്ങ് ആഫ്രിക്കൻ ഒരു നീഗ്രോനെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഈ പരിപാടി നടത്താനായിട്ടുള്ള സാമ്പത്തികം ഇല്ലേ? ശരിയല്ലേ? പിന്നെ വേറെ എത്രയോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കായിരുന്നു. കാറിനകത്ത് കയറ്റി, അതും പോലീസ് ചെക്കിങ് വരാം, ഇല്ലേ, ക്യാമറകൾ കാണാം, അങ്ങനെ എന്തെല്ലാമുള്ള. ഓക്കെ, അന്നത്തെ ഈ സംഭവം നടന്ന 2017 ക്യാമറ ഇല്ലെന്ന് നോക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ ആളും ബഹളവും ലൈറ്റും സെറ്റപ്പും എവിടെ വേണം പോലീസ് ചെക്കിങ് വരാം, ഈ അലറി വിളിക്കാം, വണ്ടി വെട്ടാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ എന്നാൽ കാറെ വെച്ച് പീഡിപ്പിച്ചോളാൻ അങ്ങ് പറഞ്ഞോ? ദിലീപിനെ സംശയിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതായത് പൾസർ സുനിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ആര് കെട്ടിവെച്ചു, ആര് കൊടുത്തു? അതിനുശേഷം പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം ഇതുപോലെ ആഡംബര ജീവിതം നയിക്കാനായിട്ടുള്ള ലക്ഷങ്ങൾ പുള്ളിയുടെ കയ്യിൽ എവിടുന്ന് വന്നു, ആര് കൊടുത്തു? ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നുമില്ല, പറയുന്നുമില്ല. പൾസർ സുനിക്ക് ആരാണ് സംരക്ഷണം നൽകുന്നത്? അതിൻ്റെ പുറകെ ആരും പോകുന്നുമില്ല. അതിനെക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യുകയും വേണ്ട. എന്തുകൊണ്ട്? ബട്ട് വൈ?